ഹലോ ഗൈസ്, എല്ലാവർക്കും യൂടെക്കിൻ്റെ പുതിയ വീഡിയോയുടെ സ്വാഗതമുണ്ട്. നമ്മൾ കുറച്ച് ദിവസം മുന്നായിട്ട് ഒരു ചലഞ്ചിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു മാസത്തിൻ്റെ അകത്തായിട്ട് നമ്മൾ ഏകദേശം 5,000 റുപ്പീസിനൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നാണ്. ആ ചലഞ്ചിൻ്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ അതേപോലെ ഇനിയുള്ള കുറച്ച് ചലഞ്ചുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് പറയാൻ പോകുന്നുണ്ടോ. പിന്നെ നമ്മുടെ ആ ചലഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ആ ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നതിലുള്ള ഏകദേശം നമ്മൾ ഒരു മാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു മാസത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, ആ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. സംഭവം ഒന്നുമില്ല, പുതിയതായിട്ട് കേൾക്കുന്നവരാണെന്ന് എനിക്ക് പറഞ്ഞുതരാം. നമ്മൾ ഒരു മാസത്തിൻ്റെ അകത്തായിട്ട് നമ്മൾ സ്കില്ല് വെച്ചുകൊണ്ട് ഏകദേശം ഒരു 5,000 രൂപ ഏൺ ചെയ്യണം എന്നുള്ളൊരു ചലഞ്ചായിരുന്നു. അത് നമ്മൾ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്ത് അതിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആ ചലഞ്ച് നമ്മൾ തുടങ്ങുന്നത് ഏകദേശം ഒരു 2-3 ആഴ്ചകൾക്ക് മുന്നെയാണ്. ഐ തിങ്ക് ഒരു 3 ആഴ്ചൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ചലഞ്ചിൽ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ കറൻറ്റ്ലി ഫ്രീലാൻസ് വെബ് ഡെവലപ്പറാണ്. നമ്മൾ വെബ്സൈറ്റൊക്കെ ഇങ്ങനെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സ്കില്ല് പിന്നെ അതേപോലെ മറ്റുള്ള സ്കില്ലുകളെ വെച്ചുകൊണ്ട് കുറച്ച് ക്ലയൻസിനെ കണ്ടെത്തിയാണ്ട് അവർക്ക് വെബ്സൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചലഞ്ച്. ആ ചലഞ്ച് നമ്മൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് അതിൽ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ ചെയ്തതിന് ശേഷം നമുക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വർക്ക് കണ്ടെത്താൻ പറ്റി. ഫസ്റ്റത്തെ പേയ്മെൻറ്റ് ഏകദേശം 2,000 അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒന്നുകൂടെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മറ്റുള്ള കുറച്ച് ക്ലയൻസിനെ കണ്ടെത്തി അങ്ങനെ ആ ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ചലഞ്ച് തുടങ്ങാൻ പോകുന്നത് വെച്ചാൽ, ഞാൻ ഇപ്പോൾ കറൻറ്റ്ലി വർക്ക് ചെയ്യുന്നത് ഫ്രീലാൻസ് വെബ് ഡെവലപ്പറായിട്ട്. അതായത് വർക്ക് ഞാനാണ് എടുക്കുക, എന്നിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതും അതിനെക്കുറിച്ചുള്ള എല്ലാം ക്ലയൻറ്റായുള്ള മീറ്റിംഗ് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യേണ്ടി വരിക. അപ്പോൾ നമുക്കൊരു ടീമുണ്ട്. നമ്മളിങ്ങനെ വെബ്സൈറ്റിൻ്റെ വർക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ടീമായിട്ടാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ വിചാരിക്കണമെന്ന് വെച്ചാൽ ഈ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു കമ്പനിയിൽ കയറിയാണ്ട് വർക്ക് ചെയ്യുന്ന രീതി, അതായത് ഒരു ജോബ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ പോവുകയാണ്. അടുത്ത 2 മാസത്തിനകത്തായിട്ട് ഏകദേശം 60 ദിവസം നമുക്കുണ്ട്. ഈ 60 ദിവസത്തിനകത്തായിട്ട് ഞാൻ ഇപ്പോൾ കറൻറ്റ്ലി പൈത്തൺ ജാങ്കോ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പൈത്തൺ ജാങ്കോ ഡെവലപ്പറായിട്ട് ജോബ് കിട്ടുക എന്നുള്ളതാണ് അടുത്ത ചലഞ്ച്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ആയി ഇനി കുറച്ച് കൂടുതലായിട്ട് ഇനി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഭയങ്കരമായിട്ട് മടിയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനും. പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പോൾ വീട്ടിലല്ല ഉള്ളത്. കണ്ടാ ഇവിടെ കാണുന്നത് മനസ്സിലാവും. റൂം എടുത്താണ്, കോഴിക്കോടാണ് ഉള്ളത്. എൻ്റെ വീട് മലപ്പുറമാണ്. ഓക്കെ, അപ്പോൾ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനെ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ സാധാരണ വീട്ടിലേക്ക് ആകുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ഇപ്പോൾ നമുക്ക് എപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ആ ചലഞ്ചിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് പറയാം. നമ്മുടെ ആ ചലഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പൈത്തൺ ജാങ്കോ ഡെവലപ്പറായിട്ട് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു സ്കില്ല് വേണം. ആ സ്കില്ല് വെച്ചുകൊണ്ട് ആദ്യം ക്ലയൻറ്റിനെ കണ്ടെത്തണം, എന്നിട്ട് അവർക്ക് വെബ്സൈറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഒരു ഇത് വരുന്നത് ടാസ്ക് ആയിട്ട് അത് വരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റിക്കൊണ്ട് നമുക്ക് ഒരു റെസ്യൂം സെറ്റ് ചെയ്യണം. എന്നിട്ട് പിന്നെ പല കമ്പനീസിലായിട്ട് അപ്ലൈ ചെയ്യണം, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ഒരുപാട് ടാസ്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം 2 മാസം നമുക്ക് സമയമുണ്ട്. ഇപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല രീതിയിലുള്ള പ്രൊജക്റ്റ് ചെയ്യും. ഇപ്പോൾ ഇ-കൊമേഴ്സ് സൈറ്റ് നമ്മൾ ചെയ്യും. അങ്ങനെ പല രീതിയിലുള്ള സൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് ഒരു റെസ്യൂം ഉണ്ടാക്കിയാണ്ട് ആ റെസ്യൂമിൽ നമ്മൾ ചെയ്ത പ്രൊജക്റ്റൊക്കെ ആഡ് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ അതാണ് ഈ 2 മാസം നമുക്ക് സമയമുണ്ട്. അത്യാവശ്യം ഒരു 60 ദിവസം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് അതിന് പറ്റും എന്നുള്ളതാണ്. കാരണം ഞാനിപ്പോൾ ഇതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ടൈം നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ അതേപോലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് IT ജോബൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷാണ് കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഒന്നുകൂടെ ബെറ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇനി മുന്നിലുള്ള പ്ലാനുകൾ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ വീഡിയോസിന് ക്വാളിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നറിയാം. കാരണം നമ്മളിപ്പോൾ ജസ്റ്റ് മൊബൈൽ ഫോണിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റിയിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ റൂമൊക്കെ എടുത്ത് വരുമ്പോൾ അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ചലഞ്ച് ഇന്ന് തുടങ്ങാൻ പോകണം. ഇന്നിപ്പോൾ ഡേറ്റ് ജൂലൈ 10 ആണ്, ജൂലൈ 10 ആണ്. അപ്പോൾ ജൂലൈ 2 മാസം കഴിഞ്ഞാൽ നമ്മളൊരു ഡെവലപ്പറായിട്ട് ജോബിൽ കയറണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്ലാനുകൾ. പിന്നെ ഇനി ഇതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനി ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ടില്ല. താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റായിട്ട് ഇടാം. അപ്പോൾ അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൽ നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ഫസ്റ്റ് തവണ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്താലോ. അപ്പോൾ സെക്കൻഡ് ചലഞ്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളും പിന്നെ അതേപോലെ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനൊക്കെ പ്ലാനുണ്ട്. ഭയങ്കര മടിയാണ്, പിന്നെ ഷൂട്ട് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓരോ വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരുമ്പോൾ
കാണാം.